ഹലോ, ഹായ്. എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ വന്നിരിക്കുന്നത് പ്രേമം എന്ന മൂവി. എല്ലാവർക്കും അറിയാം, 2015 മെയ് 29 ഫ്രൈഡേ ഇതുപോലെ ദിവസമാണ് മൂവി റിലീസ് ചെയ്തത്. എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള നൊസ്റ്റാൾജി എന്ന് പറയുന്നത്, ഈ മൂവിയുടെ ഒരു ട്രailer പോലും ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അതായത് ഇതിനൊരു സോങ് എല്ലാവർക്കും അറിയാം, ദിനേശ് ശ്രീനിവാസൻ പാടിയ പാട്ട് ആലുവ പുഴയുടെ തീരത്ത് എന്നുള്ള സോങ്. ആ ഒരൊറ്റ സോങ് കൊണ്ട് തന്നെ ഈ സിനിമ അത്രയും ട്രെൻഡിങ് ആയിപ്പോയി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല നൊസ്റ്റാൾജിക് മൂവിയാണിത്. ആക്ച്വലി ഈ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് അൽഫോൺസ് പുത്രൻ എന്ന ഡയറക്ടർ, പുള്ളിയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. അതുപോലെ പുള്ളി ഇതിന് മുമ്പ് ചെയ്ത മൂവി നേരം എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടായിരുന്നു. അത് അത്യാവശ്യം ഹിറ്റായ പടമാണ്. പിന്നെ പുള്ളി 7 വർഷം കഴിഞ്ഞിട്ട്, അതായത് 2022 പൃഥ്വിരാജിനെ വെച്ച് ഗോൾഡ് എന്ന മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മൂവി തിയേറ്ററിൽ വലിയൊരു സക്സസ് ആയില്ല. പക്ഷേ എനിക്ക് മൂവി ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് മൂവി ഇഷ്ടമുള്ള മൂവിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് ഗോൾഡൻ മൂവി. പ്രത്യേകിച്ച് കഥയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ സംഭവം നല്ല നൈസായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോറി നരേഷൻ കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകത ഉണ്ട്, നല്ലതിന് ആദ്യം അംഗീകരിക്കില്ല, പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടിപ്പോൾ ആണ് ആ സിനിമ അംഗീകരിക്കുക. അത് ഒരുപാട് എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല. ഇപ്പം മോഹൻലാലിൻ്റെ പിൻഗാമിയായാലും അതുപോലെ ഉളുമ്പിൻ അന്തോണി, അതും ഇപ്പോൾ ദേവദൂതൻ മൂവിയൊക്കെ വീണ്ടും റിലീസ് ചെയ്തതിലൊക്കെ പറയാം. അതുപോലെയാണ്, നല്ലതിന് ആരും അംഗീകരിക്കില്ല മലയാളികൾ ഫസ്റ്റ്, പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മൂവി അംഗീകരിക്കുന്നത്. ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പലരും പറയാറുണ്ട്. ശരിയാണ്, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാൻ എൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്, ഞാൻ പ്രേമം എന്ന സിനിമ 2015 കാലത്ത് ഞാൻ UAE-യിലായിരുന്നു, ഷാർജയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ചൊരു അവിടുത്തെ അൽനമ്ര സിനിമാസ്, ഞാൻ അവിടെ നിന്നാണ് ഒരുപാട് മൂവീസ് കണ്ടത്. അവിടെ നിന്നാണ് ഞാൻ മൂവി കണ്ടത്. അയ്യോ, പറയണ്ട, നല്ല തിരക്കായിരുന്നു, ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു. അതായത് ഇവിടെ കേരളത്തിൽ റിലീസ് ചെയ്ത് 1 വീക്ക് കഴിഞ്ഞിട്ടാണ് മൂവി റിലീസ് ചെയ്തത്. നല്ല തിരക്കായിരുന്നു. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വ്യാഴാഴ്ച പോയി ആദ്യം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി, ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ വെള്ളിയാഴ്ച എനിക്ക് അവിടെ ഉള്ളൊരു തിയേറ്ററിൽ എനിക്ക് പരിചയമുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ എടുക്കും ടിക്കറ്റ് കണ്ട് പരിചയപ്പെട്ടാണ് പുള്ളി എനിക്ക് അവസാനം ടിക്കറ്റൊക്കെ ഒപ്പിച്ച് തന്നു. പുള്ളിയോട് റിക്വസ്റ്റ് ചെയ്ത ശേഷം. പക്ഷേ അത്രയും തിരക്കായിരുന്നു. അപ്പോൾ അതായത് അന്ന് എല്ലാവർക്കും അറിയാം മൂവി, പക്ഷെ എല്ലാം വന്നത് പ്രത്യേകിച്ച് ചിലപ്പം അത് കേരളത്തിൽ മാത്രമല്ല, പുറത്തൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പക്ഷേ എനിക്കൊന്ന് ആ മൂവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നിവിൻ പോളി എന്ന ആക്ടറുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. പിന്നെ അത് മാത്രമല്ല പെർഫോമൻസ് ആയാലും, അതിൽ ഓരോ ആക്ടേഴ്സും, അതിപ്പോൾ അതിൽ വർക്ക് ചെയ്ത ക്രൂ മെമ്പേഴ്സ് ആയാലും അതിലെ ആക്ടേഴ്സ് ആയാലും എല്ലാവരും പിന്നീട് വേണ്ട സിനിമയിൽ ഒരു വലിയൊരു ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിവിൻ പോളി, അനുപമ പരമേശ്വരൻ, അതുപോലെ സായ് പല്ലവി, മഡോണ സെബാസ്റ്റ്യൻ, അഞ്ജു കുര്യൻ, ഷറഫുദ്ദീനും, ശബരീഷ് വർമ്മ, സിജു വിൽസൺ, പിന്നെ ഒരുപാട് പേരുണ്ട്, എക്സെട്ര പേര് പറഞ്ഞത് സൈബോണ്ടൈസറാണ്. അതുപോലെ ബിനോയ് ഫോർട്ട്, സോബിൻ ഷായർ ഒക്കെ. അതിൽ എക്സ്പീരിയൻസ് സോങ്സ് ഒക്കെ നൈസായിരുന്നു. അത് മലയാള സിനിമ അതുവരെ കാണാത്തൊരു ട്രെൻഡിങ് സ്റ്റൈലായിരുന്നു അതിൻ്റെ സോങ്സും കാര്യങ്ങളൊക്കെ വിഷ്വൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നിവിൻ പോളിൻ്റെ ഒരു 3 ലുക്ക് ഒന്നും പറയണ്ടില്ല. ജോർജിൻ്റെ, പിന്നെ അതുപോലെ അവരുടെ ഫ്രണ്ടായിട്ട് നടക്കുന്ന ബഡ്ഡീസുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നൈസായിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരുപാട് ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഒരുപാട് എന്താ പറയുക, ചെറിയ റോൾ വരുന്ന ആളുകളുണ്ട്. ഭയങ്കര ഫേമസ് ആയി പോകുന്നത്. ഇപ്പോൾ ഷറഫുദ്ദീൻ, എനിക്ക് എടുത്തു പറയേണ്ട ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ. ഷറഫുദ്ദീൻ വെറും 2-3 സീനിലേ വരുന്നുള്ളൂ, പക്ഷേ എല്ലാ സീനും ഭയങ്കര നൈസായിട്ടുണ്ടായിരുന്നു. അതുപോലെ രണിച്ച് പണിക്കർ ഗസ്റ്റ് അപ്പിയറൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ആക്ച്വലി സീന്, അവർ കോളേജിൽ നിന്നൊരു സീൻ ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ. പിന്നെ അതുപോലെ എല്ലാവർക്കും അറിയാം, ആ സിനിമ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയത് ഫസ്റ്റ് മേരി ആയിരുന്നു. അത് ആലുവ പുഴയുടെ തീരത്തെന്ന സോങ്ങിൽ അനുപമ പരമേശ്വരനായിരുന്നു. പിന്നീട് സിനിമ റിലീസ് ചെയ്തതിനു ശേഷം പിന്നെ എല്ലാവരും മലയാളം മിസ്സായി. സായ് പല്ലവി എന്ന ആക്ട്രസിന് ഒരുപാട് ബൂസ്റ്റ് ബംസ് കിട്ടിയൊരു മൂവി തന്നെ പറയേണ്ടി വരും. കാരണം അതിന് പുള്ളിക്കാരി അതിന് ശേഷം പിന്നെ അധികം തെലുങ്കിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. മലയാളത്തിൽ വളരെ കുറവാണ് സിനിമകൾ ചെയ്യുന്നത്. അതുപോലെ അനുപമ പരമേശ്വരനായാലും വല്ലപ്പോഴും മാത്രമേ 2-3 മലയാള സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ തെലുങ്കിൽ ഒരു ഭയങ്കര സക്സസ് ആണ്. ഓൾമോസ്റ്റ് വർക്ക് ചെയ്തപ്പോൾ സായ് പല്ലവി ആയാലും അതുപോലെ ഇപ്പോൾ അതിൽ മഡോണ സെബാസ്റ്റ്യൻ, പുള്ളിക്കാരി അധികം തമിഴിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്, തെലുങ്കിന് കൂടുതൽ. പക്ഷേ സക്സസ് ആക്ടേഴ്സാണ് 3 പേരും. പിന്നെ നിവിൻപോളിൻ്റെ കാര്യത്തിൽ നിവിൻപോളി അതുവരെ ചെയ്തതിൽ ഡിഫറെൻ്റ് ക്യാരക്ടർ. പിന്നെ അത് മാത്രമല്ല അതിനുശേഷം പിന്നെ പുള്ളി ചെയ്ത ഒരു നല്ല നല്ല മൂവീസ് ഉണ്ട്, ഒക്കെ ഓൾമോസ്റ്റ് ഭയങ്കര ഹിറ്റ് തന്നെയായിരുന്നു. പിന്നെ ഈ അൽഫോൺസ് പുത്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുള്ളിക്കാരൻ്റെ എനിക്ക് പറയാം, യു എന്ന് പറഞ്ഞൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 2012 ലാസ്റ്റിലാണ് ഇത് ഓർമ്മ. നിവിൻ പോളി നസ്രിയ വെച്ചിട്ട് നെഞ്ചോട് ചേർത്തു പാട്ടൊന്ന് പാടാമെന്ന് പറഞ്ഞ പാട്ട് എല്ലാവർക്കും അറിയാം. അത് അക്കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പ്രത്യേകിച്ച് അന്ന് ക്യാമ്പസുകളിലായാലും, അത് ഇപ്പോൾ അന്നൊക്കെ FM റേഡിയോക്ക് ഇതായി വരുന്ന സമയം, ആ സമയത്തൊക്കെ പുറത്തുള്ള പ്രൈവറ്റ് FM അതിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് എന്ന സോങ്
എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. അതിലെ വിഷ്വൽസ് ആയാലും രക്ഷയില്ലായിരുന്നു. എനിക്ക് ആ സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെ ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോർജ് ജെ വില്യംസ് പുള്ളിക്കാരനാണ് രാജാറാണി, അതുപോലെ വിജയുടെ തെറിയൊക്കെ പുള്ളി, അതുപോലെ ഞാൻ റോഡിതാൻ മൂവിയൊക്കെ പുള്ളിയാണ് സിനിമ റിവ്യൂ ചെയ്തത്. പുള്ളിയുടെ ഒരു ക്യാമറ ട്രിക്ക് എന്ന് പറയും, ഭയങ്കര ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ആ സോങ്സായാലും അതിലെ വിഷ്വൽസൊക്കെ നൈസായിരുന്നു. അതിൽ നെഞ്ചോട് ചേർത്തുള്ള സോങ്, അതുപോലെ ഇതിലും അതുപോലെ തന്നെ അതിൽ ഓരോ സോങ്സിനും ഓരോ ഫ്രെയിമും അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്വൽസ് വേറെ തന്നെ ഒരു കളർ ആണ് കൊടുത്തിരുന്നത്. ആനന്ദ് സി ചന്ദ്രനാണ് അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മ്യൂസിക് ആയാലും BGM ആയാലും രക്ഷയില്ലായിരുന്നു. അപ്പോൾ അൽഫോൺസ് പുത്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര എഡിറ്ററാണ്. പുള്ളിക്കാരൻ ചെയ്ത എഡിറ്റിങ് എനിക്ക് പറയാൻ തട്ടത്ത് മറയത്തിലൊരു തന്നെ ട്രailer കട്ട്സാണ് പുള്ളി അതിന് ചെയ്തിരുന്നത്. ഒപ്പത്തിലെ ട്രയൽ കട്ട്സ് ചെയ്ത പുള്ളിയാണ്. അതുപോലെ മരിക്കാർ, അറബിക്കടന്ന സിംഹം ഒക്കെ പുള്ളിയാണ് ചെയ്തിരുന്നത്. പുള്ളി ഒരു എല്ലാവരും പറയാറുണ്ട് പുള്ളി 2015 ശേഷം പുള്ളി ഒരു സിനിമ ചെയ്തിട്ടില്ല. ശരി തന്നെയാണ്, പുള്ളി ഡയറക്ഷൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ പുള്ളി ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴിൽ അവിയൽ എന്ന് പറഞ്ഞൊരു അന്തരീക്ഷ മൂവി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു എലി എന്നൊരു സെഗ്മെൻറ്റ് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളി 2022 ഗോൾഡ് ചെയ്യുന്നത്. പിന്നെ പുള്ളി ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ ക്യാമിയോ, അതുപോലെ ചെറിയ റോളൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇപ്പം കഴിഞ്ഞ വർഷം വന്ന ബൾട്ടി എന്നൊരു മൂവി ഉണ്ടായിരുന്നു, ഷൈനി അഭിനയിച്ച. അതിൽ പുള്ളി ഒരു മെയിൻ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു അൽഫോൺസ് പുത്രൻ. പുള്ളി നല്ല ആക്ടറാണ്. പുള്ളി ഇതിൽ പ്രേമത്തിലായാലും പുള്ളി ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പറയാം ക്ലൈമാക്സ് സീനിലൊക്കെ പുള്ളി നൈസ്, ആ സീനും ഒക്കെ നൈസായിട്ടുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പുള്ളിയുടെ തന്നെ കാര്യങ്ങൾ നല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ വായ 2 എല്ലാവർക്കും പറയാം. വായ 2 ജസ്റ്റ് ആ ഇൻ്റർവെൽ ശേഷം വരുന്ന പുള്ളിയുടെ സീൻസൊക്കെ രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെ ഒരു 10 മിനിറ്റ് പുള്ളി ഉണ്ടായിരുന്നു, പക്ഷേ ആ സീൻ വേറെ ലെവലായിരുന്നു. അതുപോലെ തന്നെ ബൾട്ടിയിൽ എസ്പെഷ്യലി ഇൻ്റർവെൽ ബ്ലോക്കിൽ പുള്ളിയുടെ സാധനം ഉണ്ട്, അതൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. സോഡ ബോബ് എന്ന പുള്ളിയുടെ ക്യാരക്ടർ വരും. ഇതിലും അതുപോലെ തന്നെ ഗോൾഡിൽ പുള്ളി ഒരു ചെറിയൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ക്ലൈമാക്സിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രേമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രേമം ഇങ്ങനത്തെ ഒരുപാട് ട്രെൻഡിങ് സംഭവം. അതിൻ്റെ വേറെ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതായത് സിനിമയുടെ വ്യാജൻ ഇറങ്ങിയതൊക്കെ ഭയങ്കര വിവാദമായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ അത് 75 കോടിനടുത്തോളം മൂവി കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിൽ ഗൂഗിളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര ചർച്ചയായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ അത് 100 കോടിനടുത്തോളം നേടേണ്ടിയിരുന്നായിരുന്നു മൂവി. പിന്നെ അതിൻ്റെ വ്യാജൻ ഇറങ്ങിയതുകൊണ്ടാണെന്നൊക്കെ അന്ന് കുറേ ന്യൂസ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അൻവർ റഷീദ്, എന്നൊക്കെ പറയും പുള്ളി ഡയറക്ടറാണ്. പുള്ളി ചെയ്ത ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം ചെയ്ത പുള്ളി സിനിമയാണ്. ബാംഗ്ലൂർ ഡേയ്സിൽ പുള്ളി വേറെ കോ പ്രൊഡ്യൂസറുകളുണ്ടായിരുന്നു, പുള്ളി ചെയ്തതാണ്. അതിനുശേഷം ചെയ്തൊരു മൂവിയാണത്. അത്യാവശ്യം ഇത് പറയേണ്ട പക്ഷേ ഇത് വളരെ കുറഞ്ഞൊരു ബഡ്ജറ്റിൽ ചെയ്തൊരു മൂവി. പക്ഷേ ഇതിൻ്റെ കളക്ഷനാണ് അതായത് ഒട്ടും പ്രതീക്ഷയില്ല, എത്ര കാര്യം ഹൈപ്പൊന്നും ആരും പ്രതീക്ഷയില്ലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ മൂവി റിലീസ് ചെയ്യുന്ന മുമ്പ് ഞാൻ ഒരു സംഭവം ഒരു സിമ്പിൾ മൂവി ആയിരിക്കും. പിന്നെ എല്ലാവർക്കും അറിയാം ആ കാലത്തൊക്കെ, അന്ന് മാത്രമല്ല എപ്പോഴും ട്രെയിലർ വരുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ട്രെയിലർ വരും, എല്ലാവരും ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പ്രേമത്തിൻ്റെ. പക്ഷേ ആ ട്രെയിലർ അവർ ഇറക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ അതിനൊരു ഈ പാട്ട് മാത്രം ഇറക്കിയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയി. പിന്നെ ഈ പാട്ട് കാണാൻ പറ്റും. പിന്നെ അതിൽ ഓരോ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരുന്ന അനുഭവം പരമേശ്വരനായിരുന്നു. അതിൻ്റെ പുള്ളിക്കാരിയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ആ സോങ്ങിൻ്റെ സീക്വൻസിന് വേണ്ടി കുറേ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോയിൻ്റ് ഉണ്ടായിരുന്നു, ബൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് നല്ല ഓർമ്മകളുള്ളൊരു മൂവിയാണ്, എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ഞാൻ 2 തവണ കണ്ട ഞാനത്. ഒന്ന് ഇവിടെ പോയിട്ട് തന്നെ ഒന്ന് ഹയാത്ത് റീജൻസിൽ പോയി, ദുബായ്. അതിനുശേഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സെല്ലാം കൂടിയിട്ട്. പക്ഷെ അന്ന് അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് തിയേറ്ററിൽ. അവിടെ ദുബായിൽ തന്നെ 1 മാസത്തോളം മൂവി റൺ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 1 മാസം അതിന് മുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നു. പെരുന്നാളിന് ശേഷം പിന്നെ മൂവി അവിടുന്ന് ഷിഫ്റ്റ് ആയത്. ഒരുപാട് നല്ല ഓർമ്മകളാണ്. അപ്പോൾ എത്രമാത്രമാണ് ഈ മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പ്രേമം എന്നൊരു മൂവി ഇന്നേക്ക് 11 വർഷമായി മൂവി റിലീസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ട നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ മെമ്മറീസ് ഒന്ന് ഈ വീഡിയോ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.